കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. ആലപ്പുഴ തൊണ്ടാംകുളങ്ങര സ്വദേശി മഹേഷ് കുമാറാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്നാണ് ആരോപണം. ജൂനിയർ ഡോക്ടർക്ക് കൈപ്പിഴ പറ്റിയെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നും ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് അവിടെ ജൂനിയർ ഡോക്ടർമാരായിരുന്നു, മെയിൻ ഡോക്ടർമാരല്ലായിരുന്നു. അതിൽ നിന്നും അവർക്കെന്തോ പാകപ്പിഴ വന്നിട്ടുണ്ട്. ആ പാകപ്പിഴ അവർ ഞങ്ങൾക്ക് പറയുകയും ചെയ്ത് മെയിൻ ഡോക്ടർമാർ പറഞ്ഞ് ചെറിയൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടാമത് ഓപ്പറേഷൻ കയറ്റാൻ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ വൈകുന്നേരം 8 മണിയായപ്പം എൻ്റെ വൈഫിനെ കൊണ്ടുവന്ന് ഒപ്പിടിപ്പിച്ച് രണ്ടാമത് ഓപ്പറേഷൻ കയറ്റി. സീനിയർ ഡോക്ടർ പറഞ്ഞത് അത് ജൂനിയർ ഡോക്ടറാണ് ചെയ്തത്, എന്തോ അതിൽ ചെറിയൊരു പാകപ്പിഴ ഉണ്ടെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുമായിരുന്നു. അവർ ഡോക്ടർമാർ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, വീണ്ടും ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ചികിത്സാ പിഴവ് എന്നുള്ളതാണ്. അതിൽ ഡോക്ടർ തന്നെ, ആശുപത്രി അധികൃതർ തന്നെ ഈ ഒരു പിഴവുണ്ടായി എന്ന് സമ്മതിക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? സ്വാതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ തൊണ്ടംകുളങ്ങരയിലാണ്. തൊണ്ടംകുളങ്ങര സ്വദേശിയായിട്ടുള്ള മഹേഷ് കുമാർ, ഇദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദാരുണമായ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2 മാസം മുൻപാണ് ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള ഒരു വേദന, പുറം വേദനയടക്കം എന്ന് പറഞ്ഞ് ചികിത്സ തേടുന്നത്. പിന്നീട് ഈ നട്ടലിനുള്ള ചെറിയ പ്രശ്നങ്ങളാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ശസ്ത്രക്രിയ വേണമെന്ന് പറയുകയും ചെയ്തായിരുന്നു. പിന്നീട് കുടുംബത്തോടൊപ്പം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. അത് പകൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രാത്രി മറ്റൊരു ശസ്ത്രക്രിയ കൂടി ധൃതി വെച്ച് ഡോക്ടർമാർ നടത്തിയപ്പോഴാണ് ബന്ധുക്കൾക്ക് സംശയം തോന്നുകയും ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ജൂനിയർ ഡോക്ടർമാരാണ് പകൽ ശസ്ത്രക്രിയ നടത്തിയതെന്നും അപ്പോൾ ചെറിയൊരു കൈപ്പിഴ ഉണ്ടായതായി ഡോക്ടർമാർ ഈ ബന്ധുക്കളോട് പറഞ്ഞു എന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ഇപ്പോൾ ഏതായാലും മഹേഷ് കുമാറിന്റെ മരണം ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ഭാര്യയും കുഞ്ഞും അടക്കമുള്ള ഒരു ചെറിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മഹേഷ് കുമാർ. 49 വയസ്സായിരുന്നു. മരപ്പണി ചെയ്താണ് ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇതിൽ ഗൗരവകരമായ ഒരു വിഷയം എന്ന് വെച്ചാൽ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴെല്ലാം ബന്ധുക്കളോട്, ഇപ്പോൾ മഹേഷ് കുമാറിന്റെ അളിയൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ബന്ധുക്കളോട് പറഞ്ഞത് അങ്ങേയറ്റം നിസ്സംഗമായൊരു മറുപടിയായിരുന്നു. ചേട്ടാ, എന്തായിരുന്നു ഡോക്ടർമാർ ഇതിനൊരു വിശദീകരണമായി പറഞ്ഞത്? അവർ വിശദമായിട്ട് പറഞ്ഞത്, അവർ പറയണത് അന്ന് 48 ഓപ്പറേഷൻ ഉണ്ടായിരുന്നാണ് അവർ പറഞ്ഞത്. 48 ഞങ്ങൾക്ക് മെയിൻ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജൂനിയർ ഡോക്ടർമാരും അത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിന്നും വന്ന ഒരു പാകപ്പഴയായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് അവർ പറഞ്ഞത്. ഇതിപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു, പോലീസിൽ സംസാരിച്ചിരുന്നു. അപ്പം പോലീസുകാരും അതൊരു വലിയൊരു കാര്യമായിട്ട് അവരും എടുത്തില്ല. അവരും പറഞ്ഞത് ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇതുപോലെയൊക്കെ പലതും വരുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ആ രോഗിയുടെ കാര്യങ്ങൾ നോക്കാനും അതുപോലുള്ള മരുന്നുകൾ ഒക്കെ ആശുപത്രിയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ് അവർ പറഞ്ഞത്. അവരൊരു നിസ്സാരം പോലെയാണ് പോലീസുകാർ വന്ന് പറഞ്ഞത്. എന്തായാലും ഒരു ചികിത്സാ പിഴവ് കൂടി ഉണ്ടായിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എന്നുള്ളതാണ്. അതിൽ ബന്ധുക്കൾ അക്കാര്യം ചോദിച്ചപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ ഈ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം കൂടി പറയുന്നു.